വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ, അതായത് വനിതാ ദിനം. വനിതകൾക്ക് മാത്രമായിട്ട് ഒരു ദിവസം വേണമോ? അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ഒരു ചോദ്യം. വേണം എന്ന് തന്നെ പറയണം. കാരണം പണ്ട് വീടുകളില് 4 ചുവരിനുള്ളില് ഒതുങ്ങി ഇരുന്ന അമ്മമാരാണെങ്കിലും വനിതകളാണെങ്കിലും ഇന്ന് ഒരുപാട് മുൻനിരയിലെത്തി തുടങ്ങി. ഫ്ലൈറ്റ് വരെ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വനിതകൾക്ക് പ്രത്യേകമായ ഒരു ദിനം ആവശ്യം തന്നെയാണ്. ഈ വനിതാ ദിനത്തിൽ റോൾ മോഡൽ ആക്കേണ്ട 2 വനിതകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഞാനും എൻ്റെ ചേച്ചിയും. ചേച്ചിയാണ്, രാജേശ്വരി എന്നാണ് പേര്. ഞങ്ങളുടെ കുട്ടിക്കാലം വളരെ നല്ലതായിരുന്നു. എനിക്ക് 3 വയസ്സ് തികയുന്നത്. അത്യാവശ്യം നല്ല സ്വത്തും കൃഷിയോ ഒക്കെ ഉള്ള ഒരു തറവാട്ടിലായിരുന്നു അച്ഛന്റെ ജനനം. അതുകൊണ്ട് എനിക്ക് 3 വയസ്സാകുന്നത് വരെ നല്ല കാലമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങളെ ഒരൊറ്റ ദിവസത്തില് അവിടുന്ന് ഇറക്കി വിടുമായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ വളരെ ചെറുതായിരുന്നു. അതിനുശേഷം ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയാണ് എൻ്റെ അച്ഛൻ ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഓലപ്പുര മേഞ്ഞൊരു വീടായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം. അച്ഛനും അമ്മയും സാധാരണ ഒരു കൂലിപ്പണി ചെയ്ത് ജീവിച്ചു വരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങിയ കടവും കഷ്ടപ്പാടും പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു നേരം ഭക്ഷണത്തിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ ഇവിടെ മലപ്പുറം ജില്ലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ അവിടെയും കൂലിപ്പണി തന്നെയാണ്. 15 ദിവസത്തിൽ ഒരിക്കലായിരുന്നു വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ, അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ അപ്പോൾ എന്നെ കൊണ്ടൊക്കെ കടം വാങ്ങാനായിട്ട് പറഞ്ഞയക്കുമായിരുന്നു. എന്നെ കൊണ്ടൊന്നും മാത്രമല്ല, എന്നോടും എൻ്റെ ചേച്ചിനോടുമാണ് അധികം ഇങ്ങനെ അയച്ചു കൊടുക്കുക. കാരണം അവർ ബാക്കി 2 അനിയന്മാര് ചെറുതാണ്. അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ വാങ്ങാൻ അയച്ചു തൊട്ടടുത്ത വീട്ടില്. എന്നിട്ട് അച്ഛൻ വരുന്ന സമയത്ത് ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ അന്ന് തന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കടം വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. 10ാം ക്ലാസ് എത്തി. ഞാനും ചേച്ചിയും ഏകദേശം ഒരുമിച്ച് തന്നെയായിരുന്നു 10ാം ക്ലാസ് എഴുതിയത്. എൻ്റെ അനിയന്മാര് ചെറുതായത് കാരണം കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് വീട്ടിൽ ഒരുപാട് കടവും ബുദ്ധിമുട്ടായത് കാരണം കൊണ്ട് അമ്മയ്ക്ക് പണിക്ക് പോവാനായിട്ട് ഇടയിലെ ഒരു വർഷം അവളെ പഠിപ്പ് നിർത്തി വീട്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളും ഞാനും ഒരുമിച്ചാണ് 10ാം ക്ലാസ് എഴുതിയത്. അപ്പോൾ ആ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇനി 4 പേരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചേച്ചിനെ അവളെ പഠിപ്പ് നിർത്തിയിട്ട് ബാക്കി 3 പേരെ പഠിപ്പിക്കാം എന്ന് അവിടെ നിന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വിധി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അപ്പോൾ അത്രയും നല്ല മാർക്കുള്ള ഒരാളെ എങ്ങനെയാണ് പഠിപ്പ് നിർത്തുക? 10ാം ക്ലാസ് കഴിഞ്ഞ് 15 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം അച്ഛൻ വിചാരിച്ചത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്തുള്ള വല്ല ഫാൻസി കടയിലോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ജോലി ചെയ്തോട്ടെ. വീട്ടില് ഒരുപാട് നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്ന സമയമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത സമയം അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പ് നിർത്താനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അത്രയും നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായത് കൊണ്ട് തന്നെ അവളുടെ വാശി പുറത്ത് അവള് വീണ്ടും +1ഉം +2ഉം പഠിക്കാനായിട്ട് പോയി. +1ഉം +2ലെയും ബുക്ക് വന്നിട്ട് അടുത്ത ആളുകളുടെ പഴയത്, അതായത് മുൻപ് പഠിച്ചിറങ്ങിയ ആളുകളുടെ കടമെടുത്തിട്ടായിരുന്നു അവള് പഠിച്ചുകൊണ്ടിരുന്നത്. പഴയ ബുക്ക് വാങ്ങിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ +1 പഠിക്കുമ്പോൾ തന്നെ സയൻസ് ആയിരുന്നു അവൾ എടുത്തത്. അപ്പോഴേ എല്ലാരും പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടി പഠിക്കുന്നതല്ലേ, എങ്ങനെയെങ്കിലും പാസ്സാവണമെങ്കിൽ എന്തിനാണ് സയൻസ് എടുത്തത്, വേറെ വല്ല വിഷയം എടുത്താൽ പോരെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് സയൻസ് എന്ന് മുൻപ് പഠിച്ചിട്ട് പോയവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവള് ആ സയൻസ് എടുത്തിട്ട് +2ല് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിമാനമൊക്കെ ആയിരുന്നു. NSS കോളേജിൽ ക്ലാസ് കിട്ടി, അവൾക്ക് ഡിഗ്രിക്ക് ക്ലാസ് കിട്ടി. അങ്ങനെ NSS കോളേജിൽ ചേർന്നു. NSS കോളേജിൽ സയൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത BBA ആയിരുന്നു അവൾ പിന്നീട് പഠിച്ചത്. BBA എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ടീച്ചർമാര് പറയുന്നുണ്ടായിരുന്നു,
BBA എടുത്തത് നിങ്ങൾക്ക് നഷ്ടമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. കാരണം ഭയങ്കര കഷ്ടമാണ് അത് ജയിച്ച് പോണെങ്കിൽ എന്ന്. പക്ഷേ അവൾ മാറാൻ തയ്യാറാകാതെ മുന്നോട്ട് തന്നെ പഠിച്ചു. ആ BBAയിലും ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ പാസ്സായി. അവള് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് എല്ലാവരും ഒരു റോൾ മോഡലായിട്ട് എടുക്കേണ്ട വാക്യം. ഏറ്റവും കഷ്ടമുള്ളത് എടുത്ത് പഠിക്കുക, എന്നിട്ട് ഇഷ്ടത്തോടെ ജയിക്കുക. അതാണ് അവൾ എപ്പോഴും പറയാ. ഏറ്റവും കഷ്ടമുള്ളത് എടുത്തിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ച് ജയിക്കണം. അപ്പോൾ മാത്രമാണ് അതിന്റെ വിജയത്തിന്റെ വില നമ്മൾക്ക് ഉണ്ടാവുള്ളൂ എന്ന് എപ്പോഴും പറയും. അങ്ങനെ BBA ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായെങ്കിലും അടുത്ത വലിയൊരു കടമ്പയാണ് MBA എന്ന് പറയുന്നത്. MBA എടുക്കണമെങ്കിൽ 3.5 ലക്ഷം രൂപ ലോൺ എടുക്കണം. ആ ലോൺ എടുക്കണമെങ്കിൽ അച്ഛൻ ഒപ്പിടണം. എങ്കിൽ മാത്രമേ ലോൺ കിട്ടുള്ളൂ. അച്ഛനോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് MBA എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അച്ഛനെ കൊണ്ട് ലോൺ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഞാൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഈ കൂലിപ്പണിക്കാരന്റെ മകള് വന്നിട്ട് BBA വരെ പഠിച്ചു, അതായത് ഡിഗ്രി എടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. MBA എടുത്ത് ജോലി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ആ 3.5 ലക്ഷവും കൂടെ ഞാൻ അടയ്ക്കേണ്ടി വരും. എന്നെ കൊണ്ട് താങ്ങുന്നതിനപ്പുറമാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അത് അത്രയും തന്നെ ഡിഗ്രിക്ക് വെച്ച് തന്നെ അവളുടെ പഠിപ്പ് നിർത്താനായിട്ട് തുടങ്ങി. പക്ഷെ അവള് കരഞ്ഞ് വാശി പിടിച്ച് പട്ടിണി കിടന്നിട്ട് അവള്, ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ MBA എടുത്ത് ജയിച്ച് പാസ്സായിട്ട് ജോലി വാങ്ങിയിട്ട് മാത്രമേ ഈ ലോൺ അടയ്ക്കുള്ളൂ എന്ന് ഒരൊറ്റ വാശി പുറത്തും മാത്രം ഒരുപാട് വാശി പിടിച്ചത് കാരണം കൊണ്ട് തന്നെ അച്ഛൻ പിന്നീട് അവളെ MBA എടുക്കാനായിട്ട് ഒപ്പിട്ട് കൊടുത്തു. ലോണ് കിട്ടി, MBA എടുത്തു. MBAക്ക് അവളായിരുന്നു കോളേജ് ടോപ്പർ. MBA എടുത്ത് കോളേജ് ടോപ്പറായി പഠിച്ച അവൾ ഇന്ന് HCL എന്ന് പറയുന്ന ഒരു IT കമ്പനിയിൽ മാനേജറായിട്ട്, അതും സീനിയറായിട്ട് വർക്ക് ചെയ്യുന്നു. 10 വർഷമായി അവളൊരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ വലിയ ഒരു കഷ്ടപ്പാടിലും ഒന്നിലും തളരാതെ എത്ര വലിയ കഷ്ടമാണെങ്കിലും അതെല്ലാം നിസ്സാരമായിട്ട് കണ്ട് ഒരുപാട് കഷ്ടത്തിനും ഒരു ലക്ഷ്യത്തോടു കൂടി അവളെ മുന്നോട്ട് പോയത് കൊണ്ട് മാത്രം മാനേജറായിട്ട് അവള് ഇപ്പൊ ആ കസേരയിൽ AC താഴെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ബാബുവിന്റെ മകള് രാജി എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോ രാജിയുടെ അച്ഛനാണ് ബാബു എന്ന് പറയുന്ന അത്രയും തന്നെ എത്തിച്ചു. സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകള് എപ്പോഴും ഈ ഡോക്ടറിന്റെ മകള് ഡോക്ടറും ടീച്ചറിന്റെ മകള് ടീച്ചറും കൂലിപ്പണിക്കാരന്റെ മകള് ഒരു പ്രായം കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അടുക്കളക്കുള്ളിൽ ഒതുങ്ങുന്ന കാലമാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. എൻ്റെ നാട്ടില് ഒരു കൂലിപ്പണിക്കാരന്റെ മകള് മാനേജറായിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും ഇപ്പോൾ ഉള്ളത് എൻ്റെ ചേച്ചി തന്നെയാണ്. അതില് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അവളെ കണ്ടു പഠിക്കണം. ശരിക്കും ഒരുപാട് പേര് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എത്ര സൗകര്യങ്ങൾ കിട്ടിയിട്ട് പോലും പഠിക്കാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വാശി പിടിച്ച് നടക്കുന്ന ഇന്നത്തെ കാലത്ത് കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് എൻ്റെ ചേച്ചി. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇന്ന് എനിക്ക് വളരെ അഭിമാനമാണ് എൻ്റെ ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് അറിയപ്പെടാനായിട്ട്. അതുകൂടാതെ കാറൊക്കെ ഞങ്ങൾക്ക് ദൂരെ നിന്ന് കണ്ടോണ്ടിരുന്ന ഞങ്ങളും ഇപ്പോ സ്വന്തമായിട്ട് ഒരു കാറിൽ ഇരുന്ന് പോകാനുള്ള അത്രയും വലിയ ലെവലിലേക്ക് എത്തിയത് തന്നെ പഠിച്ച് നേടിയ ഒരു ജോലി കൊണ്ട് മാത്രമാണ്. ഇന്ന് അവളുടെ മക്കള് കോയമ്പത്തൂരിലെ തന്നെ ഏറ്റവും ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് കിട്ടാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് അത്രയും വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളില് ജീവിത മാർഗമാക്കാനുള്ള എന്തെങ്കിലും ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവും. അത് കണ്ടെത്തിയിട്ട് നമ്മൾക്ക് സ്വയമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുക. എൻ്റെ ചേച്ചി മാനേജറായപ്പോൾ ഞാനൊരു പിയൂണെങ്കിലും ആകേണ്ടതായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അടുത്ത വീട്ടിൽ കടം വാങ്ങാനായി പോയിട്ട് അടുത്ത വീട്ടിൽ കടം വാങ്ങിയിട്ട് കണക്ക് കൂട്ടുന്ന കണക്ക് തലയ്ക്കകത്ത് കയറുന്നില്ലായിരുന്നു. അതിൽ ഞാനൊരു തമാശയായിട്ട് പറയുകയാണെങ്കിലും എനിക്ക് കണക്ക് എങ്ങനെ കണക്ക് കൂട്ടിയാലും അടുത്ത വീട്ടിൽ കടം എടുക്കുന്ന കണക്ക് എനിക്ക് തലയ്ക്കകത്ത് കയറുന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ
പഠിച്ച് കിട്ടുന്ന ജോലി എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പഠിപ്പ് അതോടുകൂടി അവസാനിപ്പിച്ചു. ആദ്യമൊക്കെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഫാൻസിയിൽ ജോലി ചെയ്തു. വളരെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ 6 വർഷം എനിക്ക് ഇഷ്ടമുള്ള തയ്യൽ ജോലി ഞാൻ അവിടെ ചെന്ന് ചെയ്തു. 6 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞു. 4 വർഷം വെറുതെ വീട്ടിലിരുന്ന് സമയം കളഞ്ഞു. പിന്നീട് തോന്നിയ ഒരു ചിന്തയുടെ പുറത്ത് എടുത്തു ചാടിയതാണ് ഇന്ന് കാണുന്ന ഈ ഷോപ്പ്. എന്തുകൊണ്ട് മുതലാളി ആയിക്കൂടാ? നമ്മൾക്ക് വേറൊരാളുടെ കൂടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഏട്ടന് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിലുള്ളപ്പോൾ എന്തുകൊണ്ട് വീട്ടിലിരുന്ന് വെറുതെ സമയം കളയണം? അങ്ങനെ ഒരു ചിന്തയിൽ ഒരു ദിവസം തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. സ്റ്റിച്ചിങ്ങും ഇങ്ങനെ ചെറിയ ഒരു ഷോപ്പും കൂടെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. ഇത് തുടങ്ങിയിട്ട് 4 വർഷമായി. സ്വന്തമായിട്ട് ഒരു വരുമാനം അതൊരു വലിയ നേട്ടം തന്നെയാണ്. എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാളും ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട്. അതുകൂടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഏട്ടന് ഒരു വലിയ സല്യൂട്ട്. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെക്കണം. പറയുന്നത് കേട്ടിട്ടില്ലേ? സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. കാരണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടുള്ള ഒരു കൈത്തൊഴിൽ ചെയ്തിട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ. ഹാപ്പി വുമൻസ് ഡേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.